ചാവുകടലിലുടനീളം ഏകദേശം 40 ബില്യൺ ടൺ അടുത്ത് ഉപ്പുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ചാവുകടൽ സന്ദർശിക്കുന്നവർക്ക് കടൽ തീരത്ത് ആളുകൾ കൂട്ടമായി മുഖത്തും ശരീരത്തും ചെളി പുരട്ടുന്നത് കാണാൻ കഴിയും. സോപ്പ് കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പുരാതന ഗ്രീക്കുകാരും റോമക്കാരും മുഖം വൃത്തിയാക്കാൻ ചെളി ഉപയോഗിച്ചിരുന്നു. ചാവുകടലിന്റെ ഉപ്പിൽ, പ്രത്യേകിച്ച് ചാവുകടലിലെ കറുത്ത ചെളിയിൽ ഉയർന്ന അളവിൽ ഉപ്പും ധാതുക്കളും അടങ്ങിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവയിൽ ചിലത് സുഷിരങ്ങളിലൂടെ തുളച്ചു കയറാനും ചർമ്മത്തെ പോഷിപ്പിക്കാനും പര്യാപ്തമാണ്. ഈ ധാതുക്കൾ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ചുളിവുകൾ മൃദുവാക്കാനും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും ആരോഗ്യകരമായ തിളക്കം നൽകാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചാവുകടലിലെ വെള്ളത്തിന്റെ ഉയർന്ന ലവണാംശം അതിനെ വളരെ സാന്ദ്രവും എണ്ണമയമുള്ളതുമാക്കി മാറ്റുന്നു. ഇത് ചാവുകടലിൽ പൊങ്ങിക്കിടക്കുന്ന അനുഭവം നൽകുന്നു. എപ്പോഴും കാലാവസ്ഥ ഇവിടെ വളരെ വരണ്ടതും ചൂടുള്ളതുമായിരിക്കും. നിങ്ങളുടെ തൊണ്ടയിലോ കണ്ണിലോ വെള്ളം പോയാൽ അസ്വസ്ഥത അനുഭവപ്പെടാം. അതിനാൽ നിങ്ങളുടെ തല വെള്ളത്തിൽ മുക്കുന്നത് നല്ലതല്ല. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകളോ പോറലുകളോ ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഉയർന്ന ലവണാംശം കാരണം അവയും പ്രശ്നമായേക്കാം. ഇസ്രായേലിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചാവുകടൽ. എന്നാൽ ഭൗമശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള ഈ പ്രദേശം ഇന്ന് നാശത്തിന്റെ പാതയിലാണ്. ചാവുകടലിന്റെ ഉപരിതല നിരപ്പ് ഓരോ വർഷവും 1 മീറ്ററിൽ കൂടുതൽ കുറയുന്നു എന്നതാണ് വസ്തുത. 1975 മുതൽ കടലിലെ ജലനിരപ്പിൽ 25 മീറ്ററിന്റെ കുറവുണ്ടായിട്ടുണ്ട്. ചാവുകടലിന്റെ സംരക്ഷണത്തിനായി ഇസ്രായേലും ജോർദാനും 2015 കരാറിൽ ഒപ്പുവെച്ചു എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു.